ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരെല്ലാം കാണുന്ന കിണ്ണത്തപ്പമാണ്. നല്ല ടേസ്റ്റിയാണ് ഇത്. കുറച്ച് ടൈം എടുക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടി. കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 3/4 കിലോ 1 കപ്പ് പച്ചരിക്ക് 3/4 കിലോ വരെ ശർക്കരയാകാം, വെല്ലം. കറുത്ത ശർക്കരയെങ്കിൽ ഏറ്റവും നല്ല കളർ ഉണ്ടാവും നമ്മുടെ കിണ്ണത്തപ്പത്തിന്. 2 തേങ്ങ ചിരകിയത്, വലിയ തേങ്ങ ആയിരിക്കണം, പച്ച തേങ്ങ ആയിരിക്കണം. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് തേങ്ങാക്കൊത്ത്. ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ശർക്കര പൊടിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് ഇഞ്ചിയെല്ലാം കുത്തുന്നതിനെ കൊണ്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇത് മെൽട്ടാക്കി എടുക്കാം. അതിനുശേഷം ഇത് അരിച്ചെടുക്കണം. മെൽട്ടാക്കി അരിച്ച് മാറ്റാം. എന്നിട്ട് തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകാം. കഴുകിയതിന് ശേഷം ഇതൊരു കോട്ടൺ തുണിയിൽ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം ആറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെള്ളമെല്ലാം പോകും. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് പാലെടുക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് പാലാണ് എടുക്കുന്നത്. അതിനുവേണ്ടി മുഴുവനായി തേങ്ങയും മിക്സിയുടെ ജാറിലിട്ട് അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. അരിപ്പയിൽ നിന്ന് വെള്ളം തനിയെ പോവരുത്. നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പോകുന്ന അത്രയും കട്ടി വേണം. ഇത് 3/4 കപ്പ് വെള്ളമുണ്ടാകും. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് 5 കപ്പ് വെള്ളം ചേർത്ത് 1-2 പ്രാവശ്യം അടിച്ചതിന് ശേഷം അരിച്ച് വെക്കാം. കടലപ്പരിപ്പ് വേവിക്കാം. കഴുകിയതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്നാൽ മതി. അരി നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് നിങ്ങൾ മിക്സിയുടെ വെളുപ്പത്തിനനുസരിച്ച് ഇത് പൊടിച്ചെടുക്കാം. ഞാൻ ഇവിടെ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ട് അരിയണം. ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണം. ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് അരിച്ച് വെച്ചതാണിത്. 5 കപ്പ് ഉണ്ടാകും. അതിൽ നിന്ന് കുറച്ച് ഒരു 3/4 കപ്പ് വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ടയൊന്നുമില്ലാതെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ 5 കപ്പിലേക്ക് ഡയറക്റ്റും ഇടാം. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒട്ടും കട്ടിയുമില്ല. അതിൽ നിന്നുള്ള തരിതരിപ്പെല്ലാം പോകും. ഇനി ഇത് മാറ്റി വെച്ചിരിക്കുന്ന 5 കപ്പ് തേങ്ങാപ്പാലിൽ അരിച്ചൊഴിക്കാം. ഇനി ഇത് ഒഴിവാക്കാം. ഇനി ആയ തേങ്ങാപ്പാലിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കടലപ്പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ഇത്രയും വേവ് മതി. ഒന്ന് കൈകൊണ്ട് ഉടക്കുമ്പോൾ ചെറുതായി ഒന്ന് ഉടഞ്ഞാൽ മതി. ഒരുപാട് ഉടയേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇത്രയും വേവ് മതി. ഇനി നേരത്തെ തേങ്ങാപ്പാലും ശർക്കരയും അരിയെല്ലാം മിക്സ് ചെയ്തത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി വരും. ഈ മാവ് ദോശ മാവിൻ്റെ അയവ് വേണം. നമ്മൾ നീർദോശയിൽ ഉണ്ടാക്കുന്ന മാവിൻ്റെ അയവ് വേണം.
അത്രയും വെള്ളം വേണം ഇതിലേക്ക്. മൊത്തമായി 5 കപ്പ് വെള്ളം തേങ്ങാപ്പാലിനും 1.5 കപ്പ് ശർക്കരയ്ക്കും എടുത്തിട്ടുണ്ട്. അങ്ങനെ 6.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കൂടുതലായി ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള പച്ചരിയും തേങ്ങാപ്പാലും ശർക്കരയെല്ലാം കൂട്ടിയാൽ മതി. നമ്മുടെ നാട്ടിലെല്ലാം ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുക, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കൽ കുറവാണ്. ഇത് ഞാൻ ഇവിടെ ഉരുളിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും വെക്കാം. ഏറ്റവും ടേസ്റ്റ് ഓട്ടിൻ്റെ ഉരുളിയിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇതേ പരുവത്തിലാണ് ഉള്ളത്. ഇത് 2 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കി മാറി ഇളക്കി മതി. ഞാൻ ഇവിടെ ഒറ്റക്കാണ്. 2 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കൈവേദനയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ടൈം എടുക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടി. ഒരു 1.5 മണിക്കൂർ വേണം ഇതുണ്ടാക്കാൻ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും അതേ പരുവത്തിലാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. തിളച്ച് വന്നിട്ടുണ്ട്. തിളക്കാൻ അനുവദിക്കരുത്. ഇതേപോലെ കൈവെക്കാതെ അടിയിലേ ഇളക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെറുതായി ഒന്ന് കളറെല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ വെള്ളം ചെറുതായി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്പൂണ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റീലിൻ്റെ കുറച്ച് വലുപ്പത്തിലുള്ള സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അടിയിൽ നിന്ന് ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ചെറുതായി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ടൈം എടുത്ത് ക്ഷമയോട് ചെയ്യേണ്ട ഒരു പലഹാരമാണ്. കുറുകി വന്നിട്ടുണ്ട്. 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇതാ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കും. ഇങ്ങനെ പൊന്തി വരും. അന്നേരം ഒരു കുറച്ച് മാറി നിന്നിട്ട് ഇളക്കി തുടങ്ങുക, അല്ലെങ്കിൽ കൈക്കും മേത്തെല്ലാം പൊട്ടിത്തെറിക്കും. ഇതേ കണ്ടില്ലേ ബബിൾസ് വരുന്നത്. അത് ചില സമയം പുറത്തേക്ക് വരും. ഗ്യാസ് സ്റ്റൗവെല്ലാം കുറച്ച് വൃത്തികേടാകും. ഇളക്കിക്കൊണ്ടേയിരിക്കുക. 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇതാ 1 മണിക്കൂറായിട്ടുണ്ട്. ഇതേപോലെ ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റൗവെല്ലാം ഒന്ന് വൃത്തികേടായിട്ടുണ്ട്. അതുകൊണ്ട് കൈക്കൊന്ന് പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം. കുറച്ച് മാറി നിന്നിട്ട് ഇളക്കണം. കുറച്ച് നീട്ടമുള്ള സ്പൂണാണെങ്കിൽ നല്ലത്. ഈ സൈഡിലുള്ളതെല്ലാം ഒന്ന് ചെറിയ സ്പൂൺ വെച്ച് ഇങ്ങനെ വടിച്ചെടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറുകി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. പകുതി വെന്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ തന്നെ കിടന്നിട്ട് ഒന്നും കൂടി വെന്ത് വരും. ആ പകുതി 50% വെന്തിട്ടുള്ളൂ. 50% ഇതിൽ നിന്നേ വേവും. തേങ്ങയും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സൈഡിൽ നിന്നെല്ലാം എടുത്ത് ഇളക്കണം. അടിയിൽ നിന്നെല്ലാം ഒന്ന് നന്നായി ഇളക്കണം. സൈഡിലുള്ളതെല്ലാം ചെറിയ സ്പൂൺ വെച്ച് മാറ്റിയാൽ മതി. ഇതായിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നേരം ഇളക്കണം. ഈ ടൈമാണ് 1-ാം പാൽ ചേർക്കേണ്ടത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉണ്ടല്ലേ ഇപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് ഇളക്കണം. വലിയ ബർണറിൽ ചെറിയ തീയിൽ വെച്ച് ഇളക്കിയാൽ മതി.
രണ്ടാളുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മാറി മാറിയിട്ട് ഇളക്കാം, കൈവേദന ഒന്നും ഉണ്ടാവില്ല. നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിട്ട് വരണം. ഇതാ കണ്ടില്ലേ, വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മൊത്തമായി ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരണം. കണ്ടാ, ഇതേപോലെ വിട്ട് വരണം. എന്നും കുറുകാനുണ്ട്. ഇങ്ങനെ ബബിൾസ് വരും, അന്നേരം മേത്ത് തെറിക്കുക. അതുകൊണ്ട് കുറച്ച് ദൂരെ മാറിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അടിയിൽ നിന്നേ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 1 മണിക്കൂറും 15 മിനിറ്റുമായിട്ടുണ്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. നന്നായി കുറുകി വരാൻ, എണ്ണയെല്ലാം തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇതിനും പെട്ടെന്ന് വിട്ട് വരും. പക്ഷേ നോൺ സ്റ്റിക്ക് ചെയ്യുന്നതിനെക്കാട്ടും ഉരുളി ചെയ്യുന്നതാണ് നല്ലത്. നന്നായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് വരുന്നിട്ടുണ്ട്. പച്ചത്തെ എങ്ങനെ പെട്ടെന്ന് നല്ല എണ്ണ നല്ലോണം തെളിഞ്ഞ് വരും, പാലും കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിവാക്കാം. ഇതിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഇറങ്ങി വരും. തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഇറങ്ങി വരും. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ കൈവെക്കാതെ മിക്സ് ആക്കി കൊടുക്കണം. കണ്ടില്ലേ, നല്ലോണം കുറുകി വരുന്നുണ്ട്. അടിക്കുന്ന ഒട്ടും പിടിച്ചിട്ടില്ല, നല്ലോണം കുറുകി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. ഒരു ടേസ്റ്റിനും നല്ലതാണ് നെയ്യ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒന്ന് ഇളകി വരികയും ചെയ്യും. എന്നിട്ടും കുറേ സമയം ഇളക്കണം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇളക്കണം. നല്ല വിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല ഉരുണ്ടി വരുന്നുണ്ട്. ഇതേപോലെ നിന്ന് ചട്ടിയിൽ നിന്ന് ഉരുണ്ടി വരുന്നുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. മൊത്തമായി 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടി. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമില്ല. ഞാൻ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. റൗണ്ട് ഷേപ്പും ഇല്ല. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം ഇതിട്ട് കൊടുക്കാം. നല്ല ജെല്ലി പോലെയുണ്ട്.
ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തണുക്കണം, നല്ലോണം തണുക്കണം. ഇതിൽ ഒട്ടും ചൂടുണ്ടാവരുത്. ഈ പാത്രത്തിലും ചെറിയൊരു പാത്രത്തിലുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നന്നായി തണുത്തിട്ടുണ്ട്, നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിൽ നിന്ന് ഇളക്കി മാറ്റാം, പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം. സൈഡിൽ നിന്ന് അത് പെട്ടെന്ന് ഇളകാൻ വേണ്ടിയാണ്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. കമഴ്ത്തിയെടുത്ത വീഡിയോ എൻ്റെ നിന്ന് കട്ടായിപ്പോയി. ഞാനൊരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് സ്ക്വയറിലാണ് കട്ട് ചെയ്യുക. ഇത് പെട്ടെന്നൊന്നും കേടാവില്ല, ഒരാഴ്ച വരെ നിൽക്കും. നല്ല സോഫ്റ്റായിട്ട്, നല്ല കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റു റെസിപ്പീസുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.